ആശംസകളോടെ ക്വാളിറ്റി പെയിൻറ്റ്സ് കരുവൻപോയിൽ എല്ലാവിധ പെയിൻറ്റുകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ ക്വാളിറ്റി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ്, ഒരു വീടിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ഒഴിവു ദിവസങ്ങളില്ലാതെ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുവൻപോയിലിന്റെ ആഭിമുഖ്യത്തിൽ 2024 നബിദിനാഘോഷം ഇവിടെ നടക്കുകയാണ്. പൗരപ്രമുഖര്, പണ്ഡിതര്, വിദ്യാർത്ഥിനികൾ, സഹോദരന്മാരൊക്കെ ഒരുപാട് പേർ പങ്കെടുക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുവൻപോയിലിന്റെ നബിദിന ആഘോഷ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ആദ്യമായിട്ട് കൊടിയുയർത്തൽ ചടങ്ങ് അതിനുശേഷം നടന്ന ദുആയിൽ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ പൗരപ്രമുഖർ, പണ്ഡിതരൊക്കെ നിരന്ന് ദുആ ചെയ്തതിനു ശേഷം റാലി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദഫ്, അതുപോലെ സ്കൗട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിലുള്ള കുട്ടികളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ റാലി പുറപ്പെടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റാലി പുറപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻനിരയിൽ തന്നെ പൗരപ്രമുഖർ, പണ്ഡിതരൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ കരുവൻപോയിലെ നാട്ടുകാരുണ്ട്. അതിന് ശേഷം വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ അണിനിരക്കുന്ന റാലിയാണ് നിങ്ങൾ കാണുന്നത്. ബലൂണുകളൊക്കെ പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അതിനിടയിൽ മധുര പലഹാരങ്ങൾ നൽകുന്ന കാഴ്ചയും കാണാവുന്നതാണ്. അതേപോലെ തന്നെ കരുവൻപോയിൽ അങ്ങാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് റാലി. ആ റാലി ഭംഗിയായി നടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുവൻപോയിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് കുട്ടികളും മുതിർന്നവരും ഒക്കെ പങ്കെടുത്ത റാലി മാറ്റേകാന്, ദഫ്മുട്ട്, അതുപോലെ പൂ പിടിച്ചിട്ടുള്ള കുട്ടികൾ, സ്കൗട്ട് ഒക്കെ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ദഫ്മുട്ടായിരുന്നു. കരുവൻപോയിൽ അങ്ങാടിയിൽ വെച്ച് ദഫ് മുട്ടുന്ന കാഴ്ചയാണ് കുട്ടികൾ. വളരെ ഇമ്പമാർന്ന കാഴ്ചയിൽ ദഫ് മുട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ 7:45 റാലി ആരംഭിക്കുന്നത്. അതിനുശേഷം നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന, കുട്ടികൾ പങ്കെടുത്ത കരുവൻപോയിൽ തെരുവീതിയിലൂടെ സ്കൗട്ടും അതുപോലെ ദഫും മറ്റു ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കരുവൻപോയിൽ വയലോരത്താണ്, വയലിനടുത്താണ്. അങ്ങനെ ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതിനിടയ്ക്ക് പായസം കൊടുക്കുന്നുണ്ട്, മധുര പലഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, മിഠായി കൊടുക്കുന്നുണ്ട്. ആ കാഴ്ചകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. മാതോലത്ത് കടവ്, അതുപോലെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണങ്കോട് എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് മാതോലക്കടവിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല വെയിലാണ്. മഴക്കാലമാണെങ്കിലും ഭാഗ്യം കൊണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ്. നല്ല ചൂട് ഉണ്ട്. നല്ല ചൂടുള്ള നല്ല വെയിലാണ്. രാവിലെ 8 മണിയോട് അടുത്ത സമയത്തും നല്ല ചൂടാണ്. ഇപ്പോൾ ഉള്ളത് മാതോലത്ത് പാലത്തിൻ്റെ മുകളിലാണ്. എത്ര രസകരമായിട്ടല്ല, എത്ര നല്ല ദൃശ്യഭംഗിയാണ് നിങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കാഴ്ചവെക്കാൻ കഴിയുന്നത് എന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മാതോലക്കടവ് പാലമാണ്, 2ാം പാലമാണ്. അങ്ങനെ മാതോലത്ത് സിദ്ദീഖ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്ദുള്ള സാഹിബും ഒക്കെ തന്നെ, അതുപോലെ ഖാദർ സാഹിബിൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന്
അവർ പായസം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഒരുപാട് ചെറിയ പെൺകുട്ടികളൊക്കെ ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടാൻ നല്ല രസകരമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചുള്ളിയാടുമുക്ക് പള്ളിയിലെ ദ്വായക്ക് ശേഷം ചുള്ളിയാട് എത്തിയിരിക്കുകയാണ്. നാസർക്കാവ് പോലത്തെ ആളുകൾ അവിടെ പായസമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചുള്ളിയാട് ഒരുപാട് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ദഫ് നടത്തുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ദഫും സ്കൗട്ടും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ അവസാനിക്കുകയാണ്. അൽ-ഇർസാൻ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് തന്നെ ഘോഷയാത്ര അവസാനിക്കുകയാണ്. ആ കാഴ്ചകൾ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇവിടെ ഘോഷയാത്ര അവസാനിച്ചതിന് ശേഷം നല്ല ഭക്ഷണ വിതരണമുണ്ട്. ബിരിയാണി, നല്ല നമ്മുടെ സിഹാബ് സാഹിബ് തന്നെയാണ് ഇവിടെയും ഭക്ഷണം വെച്ചത്. അങ്ങനെ ഭക്ഷണം എല്ലാവർക്കും നൽകുന്ന ഒരു കാഴ്ച കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ വീണ്ടും നേരുകയാണ്. അസ്സലാമു അലൈക്കും.